യേശുവേ സ്തോത്രം 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 ഹാലേലൂയ ഹാലേലൂയ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം സ്തോത്രം. രാജാതിരാജവേ ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു. കർത്താവേ ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഏകനായിരുന്ന മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന പരിശുദ്ധ പിതാവേ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം 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 ഹാലേലൂയ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദിയോടെ സ്തോത്രം സ്തോത്രം സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പരിശുദ്ധനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നല്ല പ്രഭാതത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൂടെ സ്വർഗത്തിലെ ദൈവം നമ്മുടെ ജീവിതത്തിൽ ദാനമായി തന്നേനെ ഓർത്ത് നന്ദി നേർന്ന ഹൃദയത്തോടെ ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഒരു ദിവസം കൂടെ ലൈവിൽ കടന്നു വന്ന് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനവുമായിട്ട് പ്രിയ ദൈവം മക്കളുടെ മധ്യത്തിലായിരിക്കാം സർവ്വകൃപാലുവായിരിക്കുന്ന ദൈവം അടിയുടെ ജീവിതത്തിനും ഒരുക്കി തന്ന അവസരത്തിനായിട്ട് നന്ദി നേർന്ന ഹൃദയത്തോട് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ലൈവ് വാച്ച് ചെയ്യുന്ന എല്ലാ പ്രിയ ദൈവമക്കളെയും കർത്താവ് യേശു ക്രിസ്തുവിന്റെ നിസ്തുല നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കഴിഞ്ഞ ദിനരാത്രികൾ നാം ആയിരുന്നിടത്തൊക്കെയും നമ്മെ കാത്തു പരിപാലിച്ച ദൈവത്തിന്റെ കൃപയ്ക്ക്, ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായിട്ട് ദൈവത്തെ സ്തുതിക്കാം. ഓരോ ദിവസവും ഓരോ നിമിഷവും ദൈവ അതിശയരമായിട്ട് അത്ഭുതകരമായിട്ട് നമ്മെ സ്തോത്രം ഐസോടും ആരോഗ്യത്തോടൊക്കെ നിർത്തി പരിപാലിക്കുന്ന ദൈവത്തിന്റെ കൃപകളെ ഓർത്ത് നന്ദിയോടെ കർത്താവിന്റെ പാദപീഠത്തിലായിരിക്കാം. സർവശക്തനായ ദൈവം ഈ പൽക്കാലം നമ്മെ ജയത്തോടെ നടത്തുവാനായിട്ടിടയത്തിലും ക്രിസ്തു യേശുവെ നമ്മെ ജയത്തോടെ നടത്തുന്ന സർവശക്തനായ ദൈവം നമ്മുടെ കരത്തിൽ പിടിച്ചിട്ടുണ്ട്. നാം തളർന്നു പോകുവാൻ, ക്ഷീണിച്ചു പോകുവാനായിട്ട് ദൈവം അനുവദിക്കത്തില്ല. കർത്താവിന്റെ അമിതബലം നമ്മുടെ മേൽ പകർന്നു തന്നുകൊണ്ട് നമ്മെ ജയത്തോടെ നടത്തുവാനായിട്ട് ഇടയായിത്തീരും. സ്വർഗത്തിലെ കർത്താവിന്റെ കരം നമ്മുടെ കൂടെ ഇരിക്കട്ടെ. ദൈവവചന ചിന്തയിലേക്ക് കടന്നു വരാം. സ്തോത്രം. പ്രിയ ദൈവമക്കളെ സ്തോത്രം. നിങ്ങളുടെ കണ്ണുനീർ ചരിത്രത്തെ സൃഷ്ടിക്കുവാനായിട്ടിടയത്തിരും. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ കണ്ണുനീരിന്റെ അനുഭവങ്ങൾ നമുക്ക് വേദന ഉളവാക്കുന്നവരാണ്, അതേ പ്രയാസം ഉളവാക്കുന്നതാണ്. പക്ഷേ ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ, നിന്നെ ചില വിഷയത്തിനകത്ത് ദൈവം കരയിപ്പിക്കുവാനായിട്ട് ഇടയാകുന്നുണ്ടെങ്കിൽ, ഒരു കരച്ചിന്റെ അനുഭവത്തിലേക്ക് എത്തിക്കുന്നുണ്ടെങ്കിൽ, പ്രിയ ദൈവ പൈതലെ ഉറപ്പോടെ ധൈര്യത്തോടെ ആയിരിക്കുക. അതിനകത്തൊരു ദൈവിക മഹത്വം വെളിപ്പെടുന്നതിന് വേണ്ടിയാ. അതിനകത്ത് നീ പ്രതീക്ഷിക്കുന്നതിലപ്പുറമായി ഒരു ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നതിനാ. അതേ ചില ചരിത്രങ്ങൾ തന്നെ സൃഷ്ടിക്കുക നിന്റെ കണ്ണുനീരിന് ഇടയായി തീരുമെന്ന് നമുക്ക് തിരുവചനത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നു. അതുകൊണ്ട് ഈ പ്രഭാതത്തിൽ കണ്ണുനീരിന്റെ മധ്യത്തിലാണോ കടന്നു പോകുന്നത്, ഭാരപ്പെടേണ്ട. അതേ നാളുകളായി ഞാൻ കരയുന്നു, ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന് ആകുലപ്പെടുന്നുണ്ടെങ്കിൽ ഭാരപ്പെടേണ്ട. അതിന്റെ മറുപടി സ്തോത്രം നീ പ്രതീക്ഷിക്കുന്നതിലപ്പുറമായിട്ട്, നിങ്ങൾ ചിന്തിക്കുന്നതിൽ അപ്പുറമായിട്ട് എൻ്റെ സ്വർഗത്തിലെ ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിനകത്ത് മറുപടിയായി വെളിപ്പെടും. വചനത്തിൽ ഇപ്രകാരം കാണുവാൻ സാധിക്കുന്നു, കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യും. സ്തോത്രം. അതേ സ്തോത്ര. കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യും. വിത്ത് ചുമന്ന് കരഞ്ഞും വിതച്ചും കൊണ്ടുവരുന്നു, കറ്റ ചുമന്നും ആർത്തും കൊണ്ടും വരുന്നു. സ്തോത്രം. ഹൃദയത്തിന്റെ അകത്ത് നിന്നുകൊണ്ട് വേദനയുടെ പ്രയാസത്തിന്റെ മധ്യത്തിൽ കരയുന്ന ദൈവ പൈതലെ കണ്ണുനീരോടെ ആണ് നീ ചില വിഷയത്തിന് വിതയ്ക്കുന്നതായിരിക്കും. പക്ഷെ വിതച്ചിട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ പറയട്ടെ, അതിനകത്തൊരു കൊയ്ത്തുണ്ട്, അതിനകത്തൊരു മറുപടിയുണ്ട്. അത് നിന്റെ വിത പാഴായി പോകുക, നിന്റെ വിത അത് ഇല്ലാതായി പോകുവാനായിട്ട്, കെട്ടുപോകാനായിട്ട് ദൈവം അനുവദിക്കത്തില്ല. ഏതൊരു വിഷയത്തിനകത്തെങ്കിലും നീ കരഞ്ഞിട്ടുണ്ടെങ്കിൽ, ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ, അത് വിതച്ചിട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ പറയട്ടെ, അതിനകത്ത് നീ തന്നെ കൊയ്യും. നീ എന്ത് കണ്ണുനീരോടെ വിതച്ചിട്ടുണ്ടോ അതിന്റെ കൊയ്ത്ത് നിന്റെ ജീവിതത്തിനകത്ത് തന്നെ വെളിപ്പെടാം. മറ്റാരെങ്കിലും കൊയ്തു കൊണ്ട് പോകാൻ ദൈവം അനുവദിക്കത്തില്ല. നിന്റെ കണ്ണുനീര്, നീ എവിടെയിരുന്ന് കരഞ്ഞോ, നീ എവിടെയിരുന്ന് പ്രാർത്ഥിച്ചോ, അതേ സ്തോത്രം, നീ എവിടെയിരുന്ന് കണ്ണുനീരോട് കൂടെ ദൈവസന്നിധിയിൽ വിതച്ചിട്ടുണ്ടോ സ്തോത്ര, അവിടെ ഇരുന്ന് കൊയ്യുക. ആർപ്പോടെ കൊയ്യത്തക്ക രീതി യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അങ്ങനെ തന്നെ ഈ പകൽക്കാലം വിശ്വസിക്കുക. സ്തോത്ര. നിന്റെ കണ്ണുനീരുകളെ ഹല്ലേലൂയ സ്തോത്ര അനുഗ്രഹമാക്കി തീർക്കുന്ന സർവശക്തനായ ദൈവത്തിന്റെ കരം ഈ പകൽക്കാലം മുതൽ ചലിച്ചു തുടങ്ങിയ. നീ ഭാരപ്പെടേണ്ട, ആകുലപ്പെടേണ്ട. എന്നെന്റെ കണ്ണുനീർ മാറി, എനിക്കിനി കരയുവാനായിട്ട് കഴിവില്ലല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരിക്കും. പ്രിയ ദൈവത്തിനെ നീ പ്രതീക്ഷിക്കാത്ത സാഹചര്യത്തിൽ നിന്റെ വിഷയത്തിനകത്ത് നീ കണ്ണുനീരോടെ ആയിരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയട്ടെ സ്തോത്ര, കരയുവാൻ കർത്താവ് നിനക്ക് ശക്തി തരുന്നുണ്ടെങ്കിൽ ഞാൻ പറയട്ടെ, അതിനകത്ത് നീ പോലും കാണാത്ത ചില ദൈവിക വിടുതലുകൾ, ദൈവിക മഹത്വങ്ങൾ സ്തോത്രം ഹല്ലേലൂയ നിന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെടുന്നതിന് വേണ്ടി എത്ര സ്തോത്രം
അതെ, ഹൃദയസ്പർശനത്തോടെ കരയുന്ന വിഷയങ്ങളുടെ നടുവിൽ എന്റെ ദൈവത്തിന്റെ വിശ്വസ്തത, ദൈവത്തിന്റെ നീതി അതിനകത്ത് വെളിപ്പെട്ടു വരുവാനായിട്ട് ഇടയായി തീരും. സ്തോത്രം. 1 ശമൂവേലിന്റെ പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. ഹന്ന എന്ന സഹോദരി ദൈവസ്വനെ കരയുവാനായിട്ട് ഇടയായി തീർന്നു. അവൾ പ്രാർത്ഥിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അവൾ ദൈവസ്വനിൽ അവളുടെ സങ്കടത്തെ പകരുവാനായിട്ട് ഇടയായി തീർന്നു എന്ന് നമുക്ക് തിരുവചനത്തിൽ കാണുവാൻ സാധിക്കുന്നു. എന്നാൽ അതിനകത്തൊന്നും മറുപടി എന്ന് പറയുന്നത് സ്തോത്രം, പ്രിയ ദൈവമക്കളെ സ്തോത്രം, അവളുടെ കണ്ണുനീരുകൾക്ക് എത്രയോ വിലപിടിപ്പുള്ളതായിരുന്നു എന്ന് നമുക്ക് തിരുവചനത്തിൽ കാണുവാൻ സാധിക്കുന്നു. കാരണം അവിടെ എന്താ, പെനീനയ്ക്ക് 2 മക്കൾ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് തിരുവചനത്തിൽ കാണുന്നു. ഹന്നയ്ക്കോ മക്കളില്ലാത്ത ഒരു അനുഭവം ഉണ്ടായിരുന്നു. എന്നാൽ പെനീനയുടെ മക്കളുടെ പേരുകൾ ആ ഒരു അനുഭവത്തിനകത്ത് അവിടെ മാത്രം എഴുതി ചേർക്കുവാനായിട്ട് ഇടയായി തീർന്നപ്പോ നമുക്ക് കാണുവാൻ സാധിച്ചു. കരഞ്ഞ കണ്ണുനീരോടെ ദൈവസ്ഥനെ പ്രാർത്ഥിച്ച് ദൈവത്തിൽ നിന്ന് വാങ്ങിച്ചതായ ഹന്നയുടെ പ്രാർത്ഥനയുടെ മറുപടികൾ സ്തോത്രം ഹല്ലേലൂയ ചരിത്രങ്ങളിൽ താളുകൾ പിടിക്കാൻ ഇടവയായി തീർന്നുവെങ്കിൽ പ്രിയ ദൈവ പൈതലെ ഇന്നത്തെ നിന്റെ കണ്ണുനീര് സ്തോത്രം 1 2 വാക്കുകൊണ്ട് അവസാനിപ്പാൻ ദൈവം അനുവദിക്കത്തില്ല. യേശുവിന്റെ നാമത്തിൽ സ്തോത്ര. അതെ, നിന്റെ കണ്ണുനീർ പലർക്കും വേദന ഉണ്ടാക്കി കാണുമായിരിക്കാം, പലർക്കും ബുദ്ധിമുട്ടുണ്ടായി കാണുമായിരിക്കാം. എപ്പോഴും നിനക്ക് കണ്ണുനീരിന്റെ അനുഭവമേ ഉള്ളൂ കുഞ്ഞെ എന്നൊക്കെ ചോദിച്ച അനുഭവങ്ങൾ ജീവിതത്തിൽ കാണുമായിരിക്കാം. പക്ഷെ ഈ പ്രഭാതത്തിൽ ഞാൻ വിളിച്ചു പറയട്ടെ, കണ്ണുനീരോട് ദൈവത്തിന്റെ വിഷയങ്ങളുടെ നടുവിൽ മുട്ടിമേരുന്ന കരയുന്ന ദൈവ പൈതലേ, നിന്റെ പ്രാർത്ഥനയുടെ മറുപടി ചരിത്രങ്ങൾ സൃഷ്ടിക്കുവാനായിട്ട് ഇടയായിത്തീരും. ഹല്ലേലൂയ യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. നിന്നെ പരിഹസിച്ചവരുടെ വാക്കുകൾ, പരിഹസിച്ചവരുടെ ജീവിതങ്ങൾ ഹല്ലേലൂയ ഒറ്റ വാക്കുകൊണ്ട് എഴുതുമ്പോൾ നിന്റെ പ്രാർത്ഥനയുടെ കണ്ണുനീരിന്റെ മറുപടികൾ എന്ന് പറയുന്ന ചരിത്രത്തിന്റെ താളങ്ങളിലേക്ക് എന്റെ ദൈവം തമ്പുരെ എത്തിക്കുവാനായിട്ട് ഇടയായി തീരാം. ദൈവം ഒന്നും അറിയാതെ നിന്നെ കണ്ണുനീരിലേക്ക് കൊണ്ട് എത്തിക്കത്തില്ല. സ്തോത്ര. നിന്നെ കരയിപ്പിക്കുവാൻ ദൈവം പ്രേരണ തരുന്നുണ്ടെങ്കിൽ നിനക്ക് കരയുവാൻ, ഹൃദയം നൊന്ത് ദൈവസ്ഥനിൽ അപ്പ എന്ന് വിളിക്കുവാൻ നിനക്ക് ദൈവം പ്രേരണ തരുന്നുണ്ടെങ്കിൽ ഞാൻ പറയട്ടെ സ്തോത്ര, അതിനകത്ത് നീ പോലും പ്രതീക്ഷിക്കാത്ത വലിയ വിടുതലുകൾ ഉണ്ട്. സ്തോത്രം ഹല്ലേലൂയ. നാം വിചാരിക്കും വെറുതെ കരഞ്ഞതാണല്ലോ, നമ്മൾ കരഞ്ഞത് ആരും കണ്ടില്ലല്ലോ എന്നൊക്കെ ചിന്തിച്ചിരിക്കാം. ചുറ്റുപാടുമുള്ളവർ കണ്ടില്ല, എന്റെ കൂടെയുള്ളവർ കണ്ടില്ല, എന്റെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നവർ കണ്ടില്ല. പ്രിയ ദൈവമക്കളെ, ആരും കണ്ടില്ലെങ്കിൽ നിന്റെ കണ്ണുനീർ കാണുന്ന ഒരു കർത്താവുണ്ട്. നീ ഹൃദയം പിടഞ്ഞ് നിന്റെ റൂമിനകത്തിരുന്ന് നിന്റെ ഹൃദയത്തിനകത്ത് വരുന്ന വേദനയുടെ നടുവേ നീ കരയുന്നത് കാണുന്ന ഒരു കർത്താവുണ്ട്. സ്തോത്ര ഹല്ലേലൂയ. ആ കർത്താവിനെ നിന്റെ കണ്ണുനീരിനെ മാറ്റിവിടാൻ കഴിയില്ല. നിന്റെ കണ്ണുനീരിനെ തുരുത്തിയിലാക്കി വെച്ച് മറുപടി തരുന്ന ഒരു സർവശക്തനായ ദൈവ. അത് ഈ പകൽക്കാലം ഞാൻ വിളിച്ചു പറയട്ടെ, ചിലരുടെ തുരുത്തികൾ നിറയുന്നത് സ്വർഗത്തിലെ ദൈവം കണ്ടിട്ട് പറയ, നീ ഇനി കരയണ്ട, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഞാൻ മറുപടി തരാൻ പോകിയ. സ്തോത്ര ഹല്ലേലൂയ. അതെ, പലരും കണ്ട് ആശ്ചര്യപ്പെടത്തക്ക രീതിയിൽ, പലരും കണ്ട് അതിശയിക്കത്തക്ക രീതിയിൽ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ കരഞ്ഞുകൊണ്ട് നടന്ന നീ ഹല്ലേലൂയ സന്തോഷിക്കത്തക്ക രീതിയിൽ ദൈവത്തിന്റെ പ്രവൃത്തിയെ ദൈവം വെളിപ്പെടുത്താൻ പോകിയ. ഹന്നയ്ക്ക് 1-ാം അധ്യായത്തിൽ കരച്ചിലുണ്ട് ആരംഭത്തിൽ. ഹല്ലേലൂയ. കാരണം എന്താ, ഭവനത്തിനകത്ത് തന്നെ അവൾക്ക് വ്യസനത്തിന്റെ വാക്കുകൾ ഉണ്ടാകുന്നുണ്ട്, അവളെ വേദനിപ്പിക്കുന്നുണ്ട്, അവളെ ഞെരുക്കുന്നുണ്ട്. സ്തോത്ര. എന്നാൽ അതിന്റെ നടുവിൽ അവൾ ദൈവാലയത്തിലേക്ക് കടന്നുപോയി. അവിടെ വചനത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. മനോവ്യസനത്തോടെ യഹോവയോട് പ്രാർത്ഥിച്ചു, വളരെ കരഞ്ഞു. സ്തോത്ര. അവിടെ ഹൃദയത്തിനകത്ത് വന്ന ആ വേദനയിൽ നിന്നുകൊണ്ട് അവൾ മനോവ്യസനത്തോടെ ദൈവത്തോട് പ്രാർത്ഥിച്ച് കരയാണ്. സ്തോത്ര. എന്തിനു വേണ്ടി? സ്തോത്ര. ആ വ്യസനം മാറ്റേണ്ടതിനു വേണ്ടി. ഹല്ലേലൂയ. കടന്നു പോകുന്ന സാഹചര്യത്തിൽ നിന്ന് ഒരു വിടുതലിനു വേണ്ടി അവൾ ദൈവസ്വനിൽ കരയുക, പ്രാർത്ഥിച്ചുകൊണ്ട്. നമുക്ക് കാണുന്നു, അവൾ ഒരു നേർച്ച നേർന്നു എന്ന് നമുക്ക് തിരുവചനത്തിൽ കാണുന്നു. അവൾ എന്നിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, അടിയന്റെ സങ്കടം നോക്കി അടിയനെ ഓർക്കണം. അപ്പൊ അവിടെ ആ കരച്ചിനകത്ത് നിന്ന് വെളിപ്പെട്ടു വന്ന ഒരു അനുഭവം സങ്കടമാണ്. സ്തോത്രം ഹല്ലേലൂയ. അതേ സ്തോത്രം. ആരോടും പറയാൻ പറ്റാത്ത ഒരു സങ്കടത്തിന്റെ ആഴക്കടലുമായിട്ടാണ് അവൾ ദൈവസ്വനയിൽ കരയുവാനായിട്ടിടയായി തീർന്നത്. ശബ്ദം കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, അതേ ജീവിതത്തിന്റെ പ്രശ്നങ്ങളുടെ താളുകളിൽ അതേ ആരോടും പറയാൻ കഴിയാതെ നിന്റെ സങ്കടം പൊട്ടി നീ ദൈവസ്വനി കരയുന്ന കരച്ചിനെ അത് ഓർക്കുന്ന ഒരു ദൈവമുണ്ട്. ഹന്യയുടെ കരച്ചിനെ കണ്ടുവെങ്കിൽ, ഹന്യയുടെ സങ്കടത്തെ ദൈവം കണ്ട് അവളെ ഓർക്കുവാനായിട്ട് ഇടയായി തീർന്നുവെങ്കിൽ, ഈ പ്രഭാതത്തിൽ ഞാൻ വിളിച്ചു പറയട്ടെ, നിന്റെ സങ്കടത്തിൽ നിന്ന് ദൈവത്തോന്റെ സനിൽ കരഞ്ഞ പ്രാർത്ഥനകൾ, അതെ നിന്റെ സങ്കടത്തിന്റെ യാചനകളെ അതേ ദൈവം കാണുവാനും കേൾക്കുവാനും ഇടയായി തീരാ. ദൈവത്തിൽ നിന്ന് നിനക്ക് മറുപടി ലഭിക്കുവാനായിട്ട് ഇടയായി തീരും.
ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അവൾ ദൈവസന്നിധി കരഞ്ഞു, അവൾ പ്രാർത്ഥിച്ചു. ഒടുവിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് ഏലി പുരോഹിതനും അവളെ പരിഹസിക്കുന്ന ഒരു അനുഭവമുണ്ട്. എവിടെ പോയാലും നാം പറയില്ലേ, അതേ സ്തോത്രം, ഒന്നിന്റെ പിറകെ ഒന്നെന്ന് പറയുന്നത് പോലെ അതേ സ്തോത്രം, അവിടെ സ്തോത്രം ഭവനത്തിനകത്ത് കടന്നു വന്ന വ്യസനം അവളെ വേദനിപ്പിച്ചു. എന്നാൽ അവൾ ആലയത്തിൽ കടന്നുപോയി ഹൃദയത്തെ ദൈവസ്വനിൽ പകർന്നുകൊണ്ടിരുന്നപ്പോ അത് സ്തോത്രം ഏലി പുരോഹിതന് മനസ്സിലായില്ല. പ്രിയ ദൈവമക്കളെ, നിന്റെ സങ്കടത്തിന്റെ ആഴമോ നിന്റെ കണ്ണുനീരിന്റെ അനുഭവമോ അതേ സ്തോത്രം ആർക്കും തന്നെ തിരിച്ചറിയണമെന്നില്ല. പക്ഷേ നിന്റെ കണ്ണുനീരിന്റെ ആഴം, നിന്റെ സങ്കടത്തിന്റെ അനുഭവത്തെ അതേ രീതിയിൽ ഒപ്പിയെടുക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. ഹല്ലേലൂയ. ആ ദൈവം നിന്നെ തള്ളിക്കളയത്തില്ല. ആ കർത്താവ് നിന്നെ തള്ളിക്കളയത്തില്ല. ഏലി പുരോഹിതൻ അവളെ പരിഹസിക്കുന്നുണ്ട്, നിന്ദിക്കുന്നുണ്ട്. സ്തോത്രം. പക്ഷെ അവൾ പറയുന്ന ഒരു കാര്യമുണ്ട്, അതിന് ഹന്ന ഉത്തരം പറയുന്നു, അങ്ങനെയല്ലേ യജമാനേ, ഞാൻ മനോവ്യസനമുള്ള ഒരു സ്ത്രീ. ഹല്ലേലൂയ. ഞാൻ സ്തോത്രം വീഞ്ഞോ മദ്യമോ ഒന്നും കുടിച്ചിട്ടില്ല. യഹോവ സന്നിധിയിൽ അവളുടെ ഹൃദയത്തെ പകരെ എന്താ, അവിടെ കണ്ണുനീരോടുകൂടി, പ്രാർത്ഥനയോടുകൂടി, സങ്കടത്തോടുകൂടി അവിടെ ഹൃദയത്തെ അങ്ങ് പകരുകയാണ്. ഇന്ന് പ്രഭാതി പ്രിയ ദൈവപൈതലേ, ശബ്ദം കേട്ടോണ്ടിരിക്കുമ്പോൾ നിന്റെ ഹൃദയത്തിന്റെ ഒത്തിരി തളം കെട്ടി കിടക്കുന്ന വേദനകളില്ലേ, സങ്കടങ്ങളില്ലേ, അതേ സ്തോത്രം ആരോട് പറയാതെ ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ, നിനക്ക് കർത്താവിന്റെ സന്നിധി നിന്റെ ഹൃദയത്തെ ഒന്ന് പകരാമോ? ഹന്ന ദൈവസന്നിധി ഹൃദയത്തെ പകർന്നു. സ്തോത്രം. ഹല്ലേലൂയ. അവള് ഭർത്താവിനോടല്ല പറഞ്ഞത്, അതേ മറ്റാരും പുരോഹിതനോടല്ല പറഞ്ഞത്, അവള് ദൈവത്തോട് പറഞ്ഞു. അവിടെ അതാ കാണുന്നത്, യഹോവയുടെ സന്നിധിയിൽ. സ്തോത്രം. അതേ ദൈവത്തിന്റെ സന്നിധി നമുക്ക് പറയാൻ കഴിയണം. പ്രിയ മക്കളെ, ആരെങ്കിലും നമ്മൾ ഏൽപ്പിച്ചിട്ട് പ്രാർത്ഥിക്കണമേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെന്ന് നിരാശപ്പെട്ടിരിക്കുവാനല്ല, ആ വിഷയത്തിന്റെ നടുവിൽ ആ സങ്കടത്തോടു കൂടി, ഓ ജീസസ് ഹല്ലേലൂയ, നീ ദൈവസന്നിധിയിൽ മുട്ടുമടക്കി നീ പറയുന്നുവെങ്കിൽ ഞാൻ പറയട്ടെ, അതിനൊക്കെ ഉടനെ മറുപടികൾ വെളിപ്പെട്ടു വരുവാനായിട്ട് ഇടയായിത്തീരും. സ്തോത്രം. ഹല്ലേലൂയ. പലപ്പോഴും നമുക്കതിന് കഴിയത്തില്ല, നാം മറ്റു പലരെയും ആശ്രയിക്കാറുണ്ട്. സ്തോത്രം. പക്ഷെ ഇല്ല, നീ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ നിന്റെ ഉള്ളിന്റെ അകത്തുനിന്ന് വരുന്ന ആ തേങ്ങലുകൾ പോലെ മറ്റാർക്കും ആ തേങ്ങലുകൾ ഉണ്ടാകണമെന്നില്ല. ആ തേങ്ങന്റെ അകത്തു നിന്നുകൊണ്ട്, ആ വിതുമ്പന്റെ അകത്തു നിന്നുകൊണ്ട് നീ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാനായിട്ട് ഇടയായിത്തീരുമ്പോ അതിന്റെ മറുപടി എന്ന് പറയുന്നത് വേഗത്തിൽ വെളിപ്പെടുവാനായിട്ട് ഇടയായിത്തീരും. സ്തോത്രം. ഹല്ലേലൂയ. ഈ പകൽക്കാലം ആരോടൊക്കെ ഈ പരിശുദ്ധാത്മ പറയാ, അതേ സ്തോത്രം, തിരക്കേറിയ ജീവിതത്തിന്റെ അനുഭവത്തിനകത്തും ഒന്ന് പൊട്ടിക്കരയാൻ പോലും സാഹചര്യമില്ലല്ലോ എന്നോർത്ത് നെടുവേർപ്പെടുന്ന പ്രിയ കുഞ്ഞെ, പരിശുദ്ധാത്മ ഞാൻ വിളിച്ചു പറയട്ടെ, നീ അല്പസമയം നിന്റെ പ്രാർത്ഥന റൂമിനകത്ത് കയറ്. നീ ദൈവസന്നിധിയിൽ നിന്റെ ഹൃദയത്തെ പകരെ, നിന്റെ സങ്കടത്തെ ഒന്ന് ഇറക്കി വയ്ക്കേ. വേഗത്തിൽ ചില മറുപടികൾ നിന്റെ ജീവിതത്തിൽ കാണുവാനായിട്ട് ഇടയായിത്തീരും. ഇവിടെ വചനത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതേ സ്തോത്രം, ദൈവം അവളെ ഓർക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. അവളുടെ മുഖം പിന്നെ വാടിയില്ല. കരഞ്ഞ സ്ത്രീയുടെ മുഖം പിന്നെ വാടാൻ ദൈവം അനുവദിച്ചില്ല. നീ ദൈവസന്നിധിയിൽ കരഞ്ഞാൽ ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ, നിന്റെ മുഖം പിന്നെയും വാടി നടക്കാൻ ദൈവം അനുവദിക്കില്ല. അതാ ഏറ്റവും വലിയൊരു സീക്രട്ട്. നീ കുറെ നാളൊക്കെ മറ്റുള്ളവരുടെ മുമ്പിൽ വാടിയ മുഖവുമായിട്ട് സങ്കടപ്പെട്ട അനുഭവത്തിലൊക്കെ നീ നടന്നു കാണുമായിരിക്കും, ശരിയോ? പക്ഷേ നിന്റെ ഹൃദയത്തെ ദൈവത്തിന്റെ സന്നിധിയിൽ പകരേണ്ടവണ്ണ പകർന്നു കഴിഞ്ഞ പ്രിയ ദൈവ പൈതലെ, നിന്റെ മുഖം പിന്നെ വാടി നടക്കുവാൻ, നീ മറ്റുള്ളവരുടെ മുമ്പിൽ സങ്കടപ്പെട്ട് വേദനിച്ച് നടക്കുവാനായിട്ട് ദൈവം അനുവദിക്കത്തില്ല. ഹല്ലേലൂയ. ഇവിടെ കാണുന്നു, അവിടെ മുഖം പിന്നെ വാടിയില്ല. സ്തോത്രം. ഹല്ലേലൂയ. ഈ പകൽക്കാലം സ്തോത്രം. ഹല്ലേലൂയ. ചിലരുടെ മുഖങ്ങൾ വാടിയിരിക്കുന്ന അനുഭവങ്ങളിൽ നിന്ന് പരിശുദ്ധാത്മാവ് ഒരു തേജസ്സിന്റെ അനുഭവത്തിലേക്ക് ദൈവം നിങ്ങളെ കൊണ്ടെത്തിക്കുവാനായിട്ട് ഇടയത്തരും. കാരണം എന്താ? അവിടെ വചനത്തിൽ പറയുന്നു, അതെ, പിന്നെ അവരുടെ മുഖം വാടിയതേ ഇല്ല എന്ന് തിരുവചനത്തിൽ കാണുന്നതിന് കാരണം എന്താ? അതെ, മറുപടി കൊടുത്തത് ദൈവമാണ്. സ്തോത്രം. കരച്ചിന്റെ മറുപടി കൊടുത്തത് ദൈവമാക്കിയ ആ വിഷയത്തെ ഓർത്ത് കരയാൻ ദൈവം അനുവദിച്ചില്ല. സ്തോത്രം. ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, പെനീനയുടെ മക്കളുടെ പേരുകൾ ഒറ്റ വാക്കിനകത്ത് എഴുതി ചേർത്ത് വച്ചു കഴിഞ്ഞപ്പോ അതെ കരഞ്ഞതായ ഹന്നയുടെ പൈതന്യെ പറ്റി നമുക്ക് തിരുവചനത്തിൽ കാണുവാൻ സാധിക്കുന്നുണ്ട്. അനേക ചരിത്രങ്ങളിലേക്ക് എത്തുവാനായിട്ട് ഇടയായി തീർന്നു. സ്തോത്രം. അതേ സ്തോത്രം. ആലയത്തിന്റെ വിളക്ക് കെട്ടുപോകാത്തവണ്ണം ഹല്ലേലൂയ ആലയത്തോട് പറ്റിയിരുന്ന ഒരു പൈതലായിരുന്നു എന്ന് കാണുവാൻ സാധിക്കുന്നു. കരയുന്ന മാതാവേ, ഈ
പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ, സ്തോത്രം, ഹല്ലേലൂയ. നീ കരഞ്ഞിട്ടുണ്ടോ? നിന്റെ തലമുറയ്ക്ക് വേണ്ടി, നിന്റെ തലമുറകൾ നഷ്ടപ്പെട്ടു പോകുവാനായിട്ട് എന്റെ സ്വർഗത്തിലെ ദൈവം അനുവദിക്കത്തില്ല. ഹല്ലേലൂയ. അവരെ ചേർത്ത് നിർത്തേണ്ടടുത്ത് എന്റെ കർത്താവ് നിർത്തുവാനായിട്ട് ഇടയായി തീരും. സ്തോത്രം. അടുത്ത് നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അത് മാത്രമല്ല, അതേ ശമൂവേൽ ദാൻ മുതൽ ബേർശേബ വരെ അറിയപ്പെടുന്ന ഒരു പ്രവാചകൻ, വിശ്വസ്തനായിരുന്ന, എങ്ങനെയെങ്കിലും ഉള്ള ഒരു പ്രവാചകനെ അല്ല നമുക്ക് കാണുവാൻ സാധിക്കുന്നു, വിശ്വസ്ത പ്രവാചകൻ. ഹല്ലേലൂയ. അതേ സ്തോത്രം. കരഞ്ഞതിന്റെ ഉള്ളിൽ നിന്ന് പുറത്തു വന്നത്, സ്തോത്രം, ആ കരച്ചിനകത്ത് നിന്ന് ഉളവാകുവാനായിട്ട് ഇടയായി തീർന്നത് വിശ്വസ്തതയുള്ള ഒന്നായിരുന്നു. ഹല്ലേലൂയ. കരയുന്ന ആരോടൊക്കെ പരിശുദ്ധാത്മാവ് ഈ പകൽക്കാലം സംസാരിക്കുക. നിന്റെ അകത്ത് നിന്ന് കളങ്കം കൂടിയത് പുറത്തു വരികയില്ല. നീ വിശ്വസിക്കേ. സ്തോത്ര. അത് ഏത് പ്രാർത്ഥനാ വിഷയത്തിന്റെ മറുപടി ആയിക്കൊള്ളട്ടെ. സ്തോത്ര. ഹല്ലേലൂയ. അതേ സ്തോത്ര. അത് അനുഗ്രഹത്തിൻ്റെതായിരിക്കും. സ്തോത്രം. വിശ്വസ്ത പ്രവാചകനായിരുന്നു. സ്തോത്രം. അവിശ്വസ്തനായിട്ട അല്ല പുറത്തു അത് സ്തോത്രം ശമൂവേൽ അറിയപ്പെടുവാനായിട്ട് ഇടയായിരുന്നത്. ദാൻ മുതൽ ബേർശേബ വരെ അറിയപ്പെടുന്ന വിശ്വസ്ത പുരോഹിതൻ. ഹല്ലേലൂയ. അതേ സ്തോത്ര. കരയുന്ന ദൈവ പൈതന്റെ ജീവിതത്തിനകത്ത് മറുപടി വെളിപ്പെടുന്നത്, സ്തോത്ര, ഹല്ലേലൂയ, ദൈവത്തിന്റെ പ്രവൃത്തി നിന്നായിരിക്കും. അവിടെ കളങ്കം വരാൻ ദൈവം അനുവദിക്കത്തില്ല. സ്തോത്ര. അതിനെ ഓർത്ത് പിന്നെ കരയാൻ ദൈവം അനുവദിക്കത്തില്ല. വിശ്വസ്ത പ്രവാചകനായിരുന്നു. അടുത്ത് നമുക്ക് കാണുവാൻ സാധിക്കുന്നു, ഇസ്രായേൽ ചരിത്രത്തിൽ തന്നെ ന്യായാധിപന്മാരുടെ സ്തോത്ര ഭരണത്തിൽ നിന്ന് രാജാക്കന്മാരുടെ ഭരണത്തിലേക്ക് സ്തോത്രം മാറ്റുന്ന ഒരു നിയോഗം ആരുടെ മേല വന്നത്? ഈ ശമൂവേലിന്റെ ജീവിതത്തിനകത്താം. ഹല്ലേലൂയ. സ്തോത്രം. അതേ സ്തോത്രം. ഞാൻ ഇസ്രായേൽ ചരിത്രത്തിൽ തന്നെ മാറ്റുവേണ്ടവനാണ് കരഞ്ഞവളുടെ ഉദരത്തിൽ നിന്ന് പുറത്തു വന്നത്. ഒരു ചരിത്രം തന്നെ മാറ്റത്തക്ക രീതിയിൽ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അതേ സ്തോത്രം കരഞ്ഞ് വ്യസനിച്ച് പട്ടിണി കടന്ന് സങ്കടപ്പെട്ട് ഹല്ലേലൂയ ഒരു കാലം പറയാനായിട്ടുണ്ട്. പക്ഷെ ആ കാലം കഴിഞ്ഞപ്പോ അവിടെ ഉദരത്തിൽ നിന്ന് വന്ന കുഞ്ഞിനെ പറ്റി പറയുവാനായിട്ട് ഒത്തിരി ചരിത്രങ്ങളുണ്ട്. എന്ത് ചെയ്യുന്നു? ഒരു ഭരണത്തെ തന്നെ, ചരിത്രത്തെ തന്നെ മാറ്റുന്ന ഒരാളായിട്ട് ദൈവം തമ്പുരാൻ മാറ്റാനായിട്ട് ഇടയായി തീർന്നുവെങ്കിൽ കരയുന്ന ആരോടൊക്കെ പരിശുദ്ധാത്മാവ് ഈ പകൽക്കാലം വ്യക്തമായി ഇടപെടുന്നു. നിന്റെ കരച്ചിന്റെ മറുപടി ചില ചരിത്രങ്ങളെ സൃഷ്ടിക്കുവാനായിട്ട് ഇടയായി തീരും. ഇസ്രായേൽ ചരിത്രത്തെ മാറ്റി അവിടെ അതുവരെ ന്യായാധിപ ഭരണമാണ്. സ്തോത്ര. അതേ സ്തോത്രം. ഒരു സാഹചര്യം വരുമ്പോ, ഒരു പ്രശ്നം വരുമ്പോ ആ പ്രശ്നത്തിനകത്തുനിന്ന് ജയിക്കുക, അല്ലെങ്കിൽ ആ രാജ്യത്തിൽ നിന്നുള്ള ഒരു വിടുതലിന് വേണ്ടി ഒരു ന്യായാധിപനെ നിയമിക്കുക പതിവായിരുന്നു. പക്ഷേ ശമൂവേലിന്റെ കാലം വന്നു കഴിഞ്ഞപ്പോ അതോടുകൂടി സ്തോത്രം ആ ന്യായാധിപന്മാരുടെ ഒരു ഭരണത്തിൽ നിന്ന് രാജാക്കന്മാരുടെ ഒരു ഭരണത്തിലേക്ക് ചരിത്രം തന്നെ, രാജ്യത്തെ നിലനിന്നിരുന്ന ആ ചരിത്രത്തെ തന്നെ സൃഷ്ടിക്കപ്പെടുവത്തക്കവണ എന്റെ സ്വർഗത്തിലെ ദൈവം ഹല്ലേലൂയ അവരുടെ കരച്ചിന്റെ മറുപടിയെ ദൈവം വെളിപ്പെടുത്തുവാനായിട്ട് ഇടയായി തീർന്നുവെങ്കിൽ ഈ പകൽക്കാലം പ്രിയ ദൈവത്തിലെ കരയുന്ന നീ നിരാശപ്പെടരുത്, ആകുലപ്പെടരുത്. ഇപ്പോൾ നിനക്ക് കരച്ചിന്റെ ടൈം ആയിരിക്കാം, മറുപടി കാണുന്നില്ലായിരിക്കാം, അതേ സ്തോത്രം വേദനിക്കുന്നുണ്ടായിരിക്കാം, നീ ഒത്തിരി സങ്കടപ്പെടുന്നുണ്ടായിരിക്കാം. പക്ഷേ മറുപടികൾ കണ്ട് സന്തോഷിക്കുന്ന നാളുകൾ സ്വർഗത്തിലെ ദൈവം നിന്റെ ജീവിതത്തെ വെളിപ്പെടുത്തും. പലർക്കും സന്തോഷിക്കാൻ കഴിയാതെ ഇരിക്കുമ്പോ, നിന്ദിച്ച പലർക്കും ഹല്ലേലൂയ പല വിടുതലിനകത്തും സന്തോഷിക്കുവാൻ കഴിയാതിരിക്കുമ്പോ, കരഞ്ഞ നിന്റെ ജീവിതത്തിനകത്ത് സന്തോഷിക്കുവാനുള്ള ഏറെ കാര്യങ്ങൾ ദൈവം വരുത്തും. സ്തോത്രം. അത് മാത്രമല്ല നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ശമൂവേലിന്റെ പുസ്തകം തന്നെ 2 പുസ്തകങ്ങൾ കൂടി എഴുതി ചേർക്കുവാനായിട്ട് ഇടയെത്തുന്നു. വ്യസനിപ്പിച്ച പെനീനയുടെ മക്കളുടെ പേരെവിടെയാ? പ്രിയ ദൈവമക്കളെ, സ്തോത്രം. ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ, കരച്ചില് വലിയ മറുപടികളുണ്ട്. നിന്നെ ചില സാഹചര്യത്തിൽ വ്യസനിപ്പിക്കുവാനും നിന്നയ്ക്കും സങ്കടപ്പെടാനൊക്കെ വിട്ടുകൊടുത്തുവെങ്കിൽ, ഒരു കരച്ചിന്റെ അനുഭവത്തിലേക്ക് കർത്താവ് വിട്ടുകൊടുത്തെങ്കിൽ, ഞാൻ പറയട്ടെ, നിന്റെ ജീവിതത്തിനകത്ത് അസാധാരണമായി നീ പ്രതീക്ഷിക്കാത്ത ചില വിട്ടുതല്ലുകൾ ഇവിടെ ശമൂവേലിനെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. സ്തോത്രം. അതേ ഹല്ലേലൂയ. ദാൻ മുതൽ ബേർശേബ വരെ അറിയപ്പെടുന്ന ഒരു പ്രവാചകൻ ഇസ്രായേലിന്റെ ചരിത്രത്തെ തന്നെ മാറ്റിയതായിട്ട് കാണുവാൻ സാധിക്കുന്നു. അനേകരെ അഭിഷേകം ചെയ്യുവാനായിട്ട് ദൈവം ഇടയാക്കി തീർത്തു എന്ന് നമുക്ക് തിരുവചനത്തിൽ കാണുന്നു. അതേ സ്തോത്രം. പുസ്തകങ്ങൾ ശമൂവേലിന്റെ പുസ്തകം എന്ന് പറഞ്ഞ് എഴുതുവാൻ ഹല്ലേലൂയ ദൈവം ഇടയാക്കി തീർത്ത ഇതാ കരച്ചിന്റെ മറുപടി. സ്തോത്രം. നിസ്സാരമെന്ന് ചിന്തിക്കരുത് കരച്ചിന്റെ മറുപടി. കരയുമ്പോ തോന്നിയിരിക്കുമ്പോ ഇപ്പോഴും എന്റെ കണ്ണുനീരിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നല്ലോ. സ്തോത്രം. കണ്ണുനീരെന്തരാ?
വിതയ്ക്കുന്നതാ ഇട്ട ചില വിത്തുകൾ മുളയ്ക്കുക. കർത്താവ് നിന്റെ മേൽ ഇട്ട ചില വിത്തുകൾ മുളച്ചു വരുന്നതിനുള്ള ഒരു സ്തോത്രം, ഒരു ഡ്രോപ്പ് മാത്രമാണ് നിന്റെ കാണുന്നത്. ഓ ജീസസ് ഹല്ലേലൂയ. കർത്താവ് നിന്റെ മേൽ ഇട്ട ഒരു വിത്തുണ്ട്, സ്തോത്ര വാഗ്ദത്തത്തിന്റെ വിത്തുകൾ. ആ വിത്ത് മുളച്ച് യഥാർത്ഥ രീതിയിൽ പുറത്തു വരുവാനുള്ള, അതിനെ നനയ്ക്കുവാനായിട്ടുള്ള ഒന്നത്ര നിന്റെ കണ്ണിൽ നിന്ന് വരുന്ന ഓരോ ഡ്രോപ്പ് തുള്ളികളും സ്തോത്രം ഈ പ്രഭാതത്തിൽ സ്തോത്രം ഹല്ലേലൂയ. ആരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരുകളെ പരിശുദ്ധാത്മാവ് തുടച്ച് കളയുക. ഒത്തിരി കരഞ്ഞില്ലേ, ഒത്തിരി വേദനിച്ചില്ലേ, പലരുടെ മുമ്പാകെ സങ്കടത്തെ നീ അമർത്തി പിടിച്ചില്ലേ, സ്തോത്രം. എന്റെ റൂമിനകത്ത് വന്നിരുന്ന് നീ പൊട്ടിക്കരഞ്ഞില്ലേ, പല വാക്കുകളും കണ്ടിട്ട്, അപ്പ എന്നൊന്ന് വിളിച്ചിട്ട്. എന്റെ കർത്താവ് കണ്ടില്ലെന്നാണോ നിന്റെ വിചാരം? ഇല്ല പ്രിയതേ, നീ നിന്റെ ഉള്ളിൽ തേങ്ങുന്നത്, നീ എവിടെ നിന്ന് നീ സ്തോത്രം ഓടി നീ തേങ്ങി വരുന്നുവോ അത് കണ്ട ഒരു കർത്താവുണ്ട്, സ്തോത്രം. ഹല്ലേലൂയ. ആര് കാണണ്ട എന്ന് ചിന്തിച്ച് വേദനയെ കടിച്ചമർത്തിക്കൊണ്ട് നീ കേറി ഓടിയതും, നീ പ്രാർത്ഥന റൂമിനകത്ത് മുട്ടിമേ കടന്ന ദൈവത്തോട് അപ്പ എന്ന് പ്രാർത്ഥനയുടെ വാക്ക് പോലും കേൾക്കാതെ വേണം. പലപ്പോഴും നിന്റെ ഹൃദയത്തിനകത്തുള്ള വേദന മാത്രം കർത്താവിന്റെ സന്നിധിയിൽ പറഞ്ഞ് ഹന്നയുടെ വായനങ്ങാതിരുന്നത് പോലെ ഒരു കരച്ചിന്റെ തേങ്ങൽ മാത്രം നിന്റെ പ്രാർത്ഥന റൂമിനകത്തുനിന്ന് ഉയർന്നിട്ടുണ്ടെങ്കിൽ ഞാൻ പറയട്ടെ, നിന്റെ മറുപടി വലുതാ, നിന്റെ മറുപടി ചരിത്രം സൃഷ്ടിക്കുന്നതാ യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ഈ പകൽക്കാലം സ്തോത്രം ധൈര്യമായിരിക്ക, ഭാരപ്പെടണ്ട. കരയുവാൻ ദൈവം അവസരം തന്ന അതേ കണ്ണുനീരോട് നീ ദൈവസനി കരഞ്ഞോണ്ടിരിക്കെ, പ്രാർത്ഥിച്ചോണ്ടിരിക്കെ. ഹല്ലേലൂയ. വലിയ മറുപടികളാ വരുന്നത്, വലിയ കൊയ്ത്തുകളാ വരുന്നത്, സ്തോത്രം. ഒരു ആർപ്പിന്റെ അനുഭവമാണ് നിന്റെ ജീവിതത്തിൽ വരാൻ പോകുന്നത്. അതേ തുരുത്തികൾ നിറഞ്ഞു കവിയുമ്പോ അതിനെ മറുപടിയായി വെളിപ്പെടുത്തി തന്ന് അനുഗ്രഹിക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. അങ്ങനെ ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ, നിന്റെ കണ്ണുനീർ ചരിത്രങ്ങളെ സൃഷ്ടിക്കും. ഹല്ലേലൂയ. കരയുന്ന കുഞ്ഞെ, നീ തളർന്നു പോകരുതേ, നീ ക്ഷീണിച്ചു പോകരുതേ, നീ ഭാരപ്പെട്ട് നിരാശപ്പെട്ടു പോകരുതേ, സ്തോത്രം. ഹല്ലേലൂയ. നിന്റെ കണ്ണുനീരിന് മറുപടിയുണ്ട്. ഹന്ന ദേവസ്വനെ കരഞ്ഞു, അവിടെ പ്രാർത്ഥനയുടെ മറുപടി നമുക്ക് ശമൂവേലിനെ കാണുവാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ ഈ രാത്രി പകൽക്കാലം ഞാൻ വിളിച്ചു പറയട്ടെ, അതേ സ്തോത്രം, നീ കണ്ണുനീരോട് ദൈവസ്വനെ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുടെ മറുപടികൾ നിന്റെ കണ്ണുകൊണ്ട് കണ്ട് സന്തോഷിക്കുവാൻ. അവൾ ആരംഭത്തിലെ ദേവാലയത്തിൽ ചെന്ന് നിന്നിട്ട് പറഞ്ഞു, ഈ ബാലന് വേണ്ടി എത്രേ ഞാൻ ദൈവത്തിന്റെ സനെ കരഞ്ഞത്. ഏതെങ്കിലും ഒരു ബാലനല്ല, ഈ ബാലൻ. ആ ബാലനൊരു പ്രത്യേകതയുണ്ട്. നിന്റെ കരച്ചിലിൽ നിന്ന് പുറത്തു വരുന്നതിനൊരു പ്രത്യേകതയുണ്ട്, സ്തോത്രം. അതാർക്കും ചിന്തിക്കാൻ പറ്റാത്ത ഒന്നായിരിക്കും. അതേ സ്തോത്രം, അതാർക്കും വിവരിക്കാൻ പറ്റാത്ത ഒന്നായിരിക്കും, സ്തോത്രം. ഹല്ലേലൂയ. ആരുടെയും ജീവിതത്തിനകത്ത് വെളിപ്പെടാത്ത ഒന്നായിരിക്കും. അതുവരെയും ആർക്കും കൊടുക്കാത്ത ഒന്നിനെയാ കരഞ്ഞ ഹന്യയുടെ ഉദരത്തിൽ ദൈവം ഉരുവാക്കിയത്. ഈ രാത്രി പകൽക്കാലം ഞാൻ പറയട്ടെ, കരയുന്ന നിന്റെ ജീവിതത്തിൽ വെളിപ്പെടാൻ പോകുന്നത് ആർക്കും ഇതുവരെ വെളിപ്പെടുത്തി കൊടുക്കാത്ത, ആർക്കും ഇതുവരെയും അനുഭവിക്കുവാൻ കൊടുക്കാത്ത ചില പ്രാർത്ഥനയുടെ മറുപടികൾ ലോകം അറിയത്തക്ക രീതിയിൽ. ഹന്ന കരഞ്ഞത് എവിടെയാ? ഭവനത്തിനകത്തും ആലയത്തിനകത്തും. പക്ഷേ അവളുടെ വിടുതലുകൾ രാജ്യങ്ങളിലേക്ക് വ്യാപരിച്ചു. ഹല്ലേലൂയ. രാജ്യങ്ങൾക്ക് അനുഗ്രഹമാക്കി തീർത്തു, സ്തോത്രം. പ്രിയതേ മക്കളെ, ഇന്നും നാം വായിച്ച് ഒത്തിരി ധൈര്യപ്പെടുവാനായിട്ട് ഇടയായിത്തീരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഇന്നത്തെ നിന്റെ കണ്ണുനീരെ നാളത്തെ അനേകം പേരോട് ഉറപ്പിക്കാനും വിടുതനും അനുഗ്രഹത്തിനും കാരണമായി തീരും. നിനക്ക് പറയാൻ ഒരു സാക്ഷിയുണ്ട്. കരയുന്ന നിന്നോട് പരിശുദ്ധാത്മ ഞാൻ വിളിച്ചു പറയട്ടെ, നിനക്കൊരു സാക്ഷ്യമുണ്ട്. കരയുന്ന നിന്നെ ദൈവം ഉപയോഗിക്കുവാനായിട്ട് ഇടയത്തരും. കരയുന്ന നിന്നെ കർത്താവിന് വേണ്ടി നിർത്തുവാനായിട്ട് ഇടയത്തരും. അങ്ങനെ ഈ പ്രഭാതത്തിൽ ഞാൻ പറഞ്ഞവസാനിപ്പിക്കട്ടെ, കരയുന്ന ദൈവ പൈതലേ, നിന്റെ കണ്ണുനീരെ ചരിത്രങ്ങളെ സൃഷ്ടിക്കുവാനായിട്ട് ഇടയായിത്തരും. കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യുവാനായിട്ടിടയെത്തരും. ഏത് വിഷയത്തിനകത്താണോ നീ കരയുന്നത്, അതിനകത്ത് യേശു കർത്താവിന്റെ കരം വെളിപ്പെടും. ഇനി നീ ഭാരപ്പെട്ടിരിക്കുവാൻ സ്വർഗത്തിലെ ദൈവം അനുവദിക്കത്തില്ല. ഒരു ദൈവപ്രവൃത്തി വെളിപ്പെട്ട് അതിനകത്ത് നിന്റെ ഹൃദയം യഹോവയാൽ ആനന്ദിക്കത്തക്ക രീതി ദൈവത്തിന്റെ പ്രവൃത്തിയെ ദൈവം വെളിപ്പെടുത്തി തരും. ആമേൻ. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഈ ശബ്ദം ശ്രവിക്കുന്നവരുടെ ജനത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു.
കണ്ണുനീരോടെ ദൈവസ്ഥന് പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ടവരുടെ പ്രാർത്ഥനാ വിഷയങ്ങളുടെ നടുവിൽ എന്റെ സ്വർഗത്തിലെ ദൈവത്തിന്റെ കരം ചലിക്കണം കർത്താവേ. ഇവരുടെ ഹൃദയം യഹോവയിൽ ആനന്ദിക്കത്തക്ക രീതിയിൽ കർത്താവെ, ചരിത്രങ്ങളെ സൃഷ്ടിക്കുന്ന രീതിയിൽ ഈ പകൽക്കാലം അവരുടെ ജീവിതത്തിൽ ഭാരപ്പെടുത്തുന്ന, അവരെ സങ്കടപ്പെടുത്തുന്ന, അവരെ വ്യസനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, കർത്താവെ അവരെ കരയിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളുടെ മറുപടികൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഈ പകൽക്കാലം വെളിപ്പെടട്ടെ കർത്താവെ. രോഗാവസ്ഥയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഈ പകൽക്കാലം പരിശുദ്ധാത്മാവ് തൊടുമാറാകണമേ. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവേ എന്ന് അരുളിച്ചെയ്ത കർത്താവിന്റെ കര, സൗഖ്യത്തിന്റെ കരം യേശുവിന്റെ നാമത്തെ പ്രിയപ്പെട്ടവരുടെ മേൽ വെളിപ്പെടട്ടെ. ലൈവ് വാച്ച് ചെയ്യുന്ന സകലരുടെ മേൽ ആത്മീയവും ഭൗതികവുമായ സകല വിഷയത്തിനകത്ത് അവർ കണ്ണുനീരോടെ ദൈവസന്നിധിയിലായിരിക്കുന്ന സകല വിഷയങ്ങളുടെ നടുവില് സ്വർഗത്തിലെ ദൈവത്തിന്റെ കരം ഈ പകൽക്കാലം ചലിക്കണം. അവരുടെ മുഖം ഇനി വാടുവാൻ ഇടയാകരുത് എന്ന് പ്രാർത്ഥിക്കുന്നു. ചരിത്രങ്ങൾ ഉളവാകത്തക്ക രീതിയിൽ, ചരിത്രങ്ങൾ ഉളവാകത്തക്ക രീതിയിൽ പരിശുദ്ധന്റെ കരം വെളിപ്പെടുത്തുന്നതിനായി സ്തോത്രം. അങ്ങോട്ട് ജനത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തെ തന്റെ ജനത്തെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയായിട്ട് അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.